next we can see what is double circulation. ഇതുവരെ നമ്മൾ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് കണ്ടു, ബ്ലഡിൻ്റെ കമ്പോണൻസ് കണ്ടു. Now we can see the different types of circulation. And single circulation already നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി what is double circulation? It is the circulation in which blood flows through heart twice for completing its circuit. അപ്പോൾ 2 പ്രാവശ്യം ബ്ലഡ് ഹാർട്ടിൽ കൂടെ പാസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷനിൽ മെയിൻലി 2 types of circulation ആണ്. പൾമനറി സർക്കുലേഷൻ. പൾമനറി മീൻസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ലങ്സ്. ലങ്സിലേക്ക് ബ്ലഡ് കൊടുക്കുക, ലങ്സിൽ നിന്ന് ബ്ലഡ് വരിക, ആ പാത്വേ ആണ് പൾമനറി സർക്കുലേഷൻ. ദെൻ സിസ്റ്റമിക് സർക്കുലേഷൻ. ബ്ലഡ് അതർ ബോഡി പാർട്സിലേക്കും ടിഷ്യൂസിലേക്കും പമ്പ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡബിൾ സർക്കുലേഷൻ ഇൻക്ലൂഡ്സ് pulmonary circulation and systemic circulation. So what is pulmonary circulation? Circulation between lungs and hearts. ഹാർട്ടും ലങ്സും തമ്മിലുള്ള സർക്കുലേഷനെയാണ് പൾമനറി സർക്കുലേഷൻ എന്ന് പറയുക. ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്നു, അത് ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും, അതായത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോവുക. ലങ്സിലാണ് നമ്മൾ ബ്രീത്ത് ചെയ്തിട്ട് ഓക്സിജൻ വരുന്നത്. അപ്പം ലങ്സിൽ നിന്ന് ഓക്സിജൻ ഈ ബ്ലഡിലേക്ക് വന്ന് ബ്ലഡിന് ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ പ്യുവറായി മാറുന്നു. ആൻഡ് ഇറ്റ് കംസ് ബാക്ക് ടു ദ ഹാർട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഇതാണ് പൾമനറി സർക്കുലേഷൻ്റെ പാത്വേ. സോ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് സൈഡിലാണ് ഇംപ്യൂർ ബ്ലഡ്, അതായത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ പ്യുവർ ബ്ലഡാണ് നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാവുക. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് പോകും? Pulmonary artery വഴി. So it is the only artery which carries impure blood. Pulmonary artery വഴി reaches lungs. Lungs it becomes oxygenated. Oxygenate dissolve ചെയ്യും. So it becomes oxygenated blood and through pulmonary vein. And this is the only vein which carries pure blood. Pulmonary vein വഴി left atriumത്തിലേക്ക് എത്തുന്നു. So this is the pathway. Pulmonary circulation എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ലങ്സിലെത്തുന്നു, ലങ്സിൽ അത് ഓക്സിജനേറ്റഡ് ആയി മാറുന്നു. ആൻഡ് ഫ്രം ദ ലങ്സ് പൾമനറി വെയിൻ വഴി ലെഫ്റ്റ് എട്രിയത്തിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും പ്യുവർ ബ്ലഡ് ആയിരിക്കും നമ്മുടെ ഹാർട്ടിലുള്ളത്. റൈറ്റ് സൈഡിൽ റൈറ്റ് ചേമ്പേഴ്സിലൊക്കെ ഇംപ്യുവർ ബ്ലഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ പൾമനറി സർക്കുലേഷൻ. നെക്സ്റ്റ് ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് ബോഡി പാർട്സ്. ഹാർട്ടും ബോഡി പാർട്സും തമ്മിലുള്ള ആ സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് അയോർട്ട വഴി, അയോർട്ട ഇസ് എ മെയിൻ ബ്ലഡ് വെസൽ, അയോർട്ടയാണ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തിക്കുക. അയോർട്ട വഴി ആർട്ടറീസ്, ആർട്ടീരിയോൾസ്, കാപ്പിലറീസ് വഴി. അപ്പോൾ അയോർട്ട ബ്രാഞ്ച് ചെയ്ത് ആർട്ടറീസിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസിന് ആർട്ടീരിയോൾസ്, അത് വീണ്ടും ചെറിയ ചെറിയ കാപ്പിലറീസ് ആയി എവിടേക്ക് ബ്ലഡ് കൊടുക്കും? ടിഷ്യൂസിലേക്ക് ബ്ലഡ് കൊടുക്കും. ടിഷ്യൂസിൽ ഓക്സിജൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി ബ്ലഡ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂസിൽ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്സിജൻ അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബ്ലഡ് ബിക്കംസ് ഡീ ഓക്സിജനേറ്റഡ്, ഇംപ്യൂർ ബ്ലഡ് ആയി മാറും. അത് മാത്രമല്ല അവിടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യും. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ടിഷ്യൂസിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വെന്യൂൾസ്, വെയിൻ്റെ സ്മോൾ ബ്രാഞ്ചസ്, വെയിൻസ്, വിനേക്കേവ വഴി റൈറ്റ് എട്രിയത്തിലേക്ക് എത്തുന്നു. ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് അയോർട്ട, ആർട്ടറീസ്, ആർട്ടീരിയോൾ, കാപ്പിലറീസ്, ടിഷ്യൂസിലെത്തി. ടിഷ്യൂസിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വെന്യൂൾസ്, വെയിൻസ്, വിനേക്കേവ വഴി റൈറ്റ് എട്രിയത്തിലേക്ക് എത്തുന്നു. ദിസ് ഇസ് സിസ്റ്റമിക് സർക്കുലേഷൻ. ആൻഡ് വാട്ട് ഇസ് ദ മെയിൻ എയിം ഓഫ് സിസ്റ്റമിക് സർക്കുലേഷൻ? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ്, ഓക്സിജൻ ആൻഡ് അതർ സബ്സ്റ്റൻസസ് ടു ദ ടിഷ്യൂസ്. ഇത്രയൊക്കെ കൊടുക്കുന്നു അല്ലേ? ഓക്സിജൻ കൊടുക്കും, ന്യൂട്രിയൻസ് കൊടുക്കും, ബാക്കി സബ്സ്റ്റൻസ് ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ വഴി ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും എത്തിക്കുന്നു. And from there, it takes the carbon dioxide, which is a waste material, and other harmful substances. ബാക്കി റിയാക്ഷൻസ് കഴിഞ്ഞ് വരുന്ന ഹാംഫുൾ സബ്സ്റ്റൻസസും എല്ലാം തിരിച്ച് എലിമിനേഷന് വേണ്ടി പുറത്തേക്ക് കളയാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടി അവിടെ നിന്ന് ബ്ലഡ് എടുക്കുന്നു. സോ ദിസ് ഇസ് ദ മെയിൻ എയിം ഓഫ് സിസ്റ്റമിക് സർക്കുലേഷൻ. രണ്ട് സർക്കുലേഷൻ്റെയും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിക്കുന്നത്. പൾമനറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ലങ്സിലേക്ക് പോകുന്നത് പൾമനറി, ബോഡി പാർട്സിലേക്ക് പോകുന്നത് സിസ്റ്റമിക്. പൾമനറി സർക്കുലേഷൻ പോകുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന്, റൈറ്റ് സൈഡിലാണ് ഇംപ്യൂർ ബ്ലഡ്.
സിസ്റ്റമിക് സർക്കുലേഷൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന്. Then next is there is another portal system. ഒരു ബ്ലഡ് നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് ലിവറിലേക്ക് പോകുന്നതാണ്, ലിവറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയാം. ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ദറ്റ് കാരീസ് ബ്ലഡ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ടു ലിവർ ബിഫോർ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകുന്നതിന് മുൻപ് അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു പാത്വേ, അതായത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ബ്ലഡ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിലേക്ക് കൊടുക്കുന്നു. ആ ലിവറാണ് ഡീടോക്സിഫിക്കേഷൻ നടത്തുക. എന്തെങ്കിലുമൊക്കെ പോയ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ലിവറിൽ ഡീടോക്സിഫൈ ചെയ്യും. അതിനുശേഷം മാത്രമേ അത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എൻറ്റർ ചെയ്യുള്ളൂ. സോ ഇതാണ് ആ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അപ്പോൾ നോർമൽ സിസ്റ്റമിക് സർക്കുലേഷൻ്റെ ഇടയിലുള്ള ചെറിയൊരു ഡിഫറെൻറ്റ് പാത്വേ ആണത്. ആ പാത്വേയിൽ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് ലിവറിലേക്ക് കൊടുക്കുന്നു. അതാണ് ഹെപ്പാറ്റിക്. ആ നെറ്റ്വർക്ക് ഓഫ് സിസ്റ്റമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ദെൻ കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൊറോണറി വെസൽസ് ദാറ്റ് സർക്കുലേറ്റ് ബ്ലഡ് ടു ആൻഡ് ഫ്രം കാർഡിയാക് മസ്കുലേച്ചർ. അപ്പോൾ ഹാർട്ട് മസിൽസ്, അതിന് കാർഡിയാക് മസിൽസ് എന്ന് പറയാം. ഈ കാർഡിയാക് മസിൽസിലേക്ക് അതിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ആ സിസ്റ്റമാണ് കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് കൊടുക്കുക, ബ്ലഡ് അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഹാർട്ട് മസിൽസിനും ബ്ലഡ് വേണമല്ലോ. ആ ഹാർട്ട് മസിൽസിലേക്ക് ബ്ലഡ് കൊടുക്കുകയും അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന ആ സിസ്റ്റം, ദാറ്റ് ഇൻക്ലൂഡ്സ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കോൾഡ് ആസ് കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ അതിൽ കൊറോണറി ആർട്ടറിയും ഉണ്ട്, കൊറോണറി വെയിനും ഉണ്ട്. നമ്മൾ കണ്ട പോലെ ആർട്ടറി പ്യുവർ ബ്ലഡ് കൊടുക്കുന്നു, വെയിൻ ഇംപ്യൂർ ബ്ലഡ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റം. കാർഡിയാക് മസിൽസിന് ബ്ലഡ് കൊടുക്കുക, അവിടെ നിന്ന് ബ്ലഡ് പുറത്തേക്ക് ഇംപ്യൂർ ബ്ലഡ് മാറ്റുക. അതാണ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. മെയിൻ പാർട്സ് കൊറോണറി ആർട്ടറീസും കൊറോണറി വെയിൻസും. ദ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റ്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? കോമൺലി ഹ്യൂമൻ ഹാർട്ട് ഈസ് കോൾഡ്, അതിൻ്റെ ആദ്യത്തെ ഭാഗം പോയിക്കാണ്, കോൾഡ് മയോജനിക് ഹാർട്ട്. മയോജനിക് കാരണം അതിൻ്റെ ഹാർട്ടിനുള്ള എല്ലാ പമ്പിങ്ങിനും ഹാർട്ടിന് കൺട്രാക്ഷൻ റിലാക്സേഷൻ ഉള്ളതൊക്കെ ഹാർട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് സെൽഫ് എക്സൈറ്റേറ്ററി, ഓട്ടോ എക്സൈറ്റേറ്ററി അല്ലെങ്കിൽ ഓട്ടോ എക്സൈറ്റബിൾ, സ്വയം എക്സൈറ്റ് ചെയ്യപ്പെടുന്നതാണ്. പുറമേ നിന്ന് വേറെ സ്റ്റിമുലസ് ഒന്നും വേണ്ട. അപ്പോൾ ഹാർട്ട് കൺട്രാക്ട് ചെയ്യണമെങ്കിലും റിലാക്സ് ചെയ്യണമെങ്കിലും സ്വയം ചെയ്യുന്നതാണ്. ഹാർട്ട് മസിൽസിൽ നിന്ന് തന്നെയാണ് അതിനുള്ള സിഗ്നൽസ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിനെ മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നു. കാരണം മസിൽസിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യപ്പെടുക. മെഡുല ഒബ്ലോംഗേറ്റ, ബ്രെയിനിലുള്ള മെഡുല ഒബ്ലോംഗേറ്റ റെഗുലേറ്റ്സ് കാർഡിയാക് ആക്ടിവിറ്റി ത്രൂ ANS, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം വഴി കാർഡിയാക് ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ sympathetic nerves of ANS increase the rate of heartbeat, strength of ventricular contraction and cardiac output. Sympathetic nerves, parasympathetic nerves, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നെർവസ് സിസ്റ്റത്തിൽ. അപ്പോൾ മെഡുല ഒബ്ലോംഗേറ്റ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം വഴി ഹാർട്ടിൻ്റെ എല്ലാ ആക്ടിവിറ്റിനും കൺട്രോൾ ചെയ്യുന്നു. സിമ്പതറ്റിക് നെർവ്സും ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യും, പിന്നെ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ്റെ സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യും, കാർഡിയാക് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യും. പാരാസിമ്പതറ്റിക് നെർവ്സ് ഓഫ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഡിക്രീസ് ഹാർട്ട് ബീറ്റ് കുറയ്ക്കുന്നതാണ് പാരാസിമ്പതറ്റിക് നെർവ്സ്. ദെൻ ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടക്ട് ചെയ്യുക. ദെൻ അഡ്രീനൽ മെഡുലറി ഹോർമോൺസ്, അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, അത് ഹാർട്ട് ബീറ്റിനെ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് കാർഡിയാക് ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. ബട്ട് ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും അതിനുള്ള സിഗ്നൽസ് ഹാർട്ട് മസിൽസിൽ നിന്ന് തന്നെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ്സ് വൈ ഹ്യൂമൻ ഹാർട്ട് ഇറ്റ് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്. സെൽഫ് എക്സൈറ്റേറ്ററി ആണ്, അല്ലെങ്കിൽ ഓട്ടോ എക്സൈറ്റബിൾ ആണ്, പുറമേ നിന്ന് സ്റ്റിമുലസ് ഒന്നും വേണ്ട ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും. ഇനി നമ്മൾ ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ട പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇതിനൊരു പാരലായിട്ട് വേറെ സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫ് ഈസ് ഓൾസോ എ ബോഡി ഫ്ലൂയിഡ്. പക്ഷേ ബ്ലഡിൽ നിന്ന് ഓൾമോസ്റ്റ് സെയിം കമ്പോണൻസ് ലിംഫിലുണ്ട്, പക്ഷേ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഇല്ല, അതുകൊണ്ട് ലിംഫ് വൈറ്റ് കളറിലായിരിക്കുക. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിലെ മെയിൻ പാർട്സ് ലിംഫ്, അതാണ് ഫ്ലൂയിഡ്, ലിംഫ് എന്ന ഫ്ലൂയിഡ്. ലിംഫ് വെസൽസ്, ലിംഫ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് ലിംഫ് വെസൽസ്. ലിംഫ് നോഡ്സ്, ലിംഫ് ഉണ്ടാവുന്ന ഗ്ലാൻഡ്സ് ആണ്. ആസ് ബ്ലഡ് പാസസ് ത്രൂ ദ കാപ്പിലറീസ് ഇൻ ടിഷ്യൂസ്, some water and soluble substances are filtered out from the plasma to the intercellular spaces to form tissue fluid or interstitial fluid. It has same mineral composite distribution as that in plasma.
അപ്പോൾ ബ്ലഡ് കാപ്പിലറീസ് കൂടെ പാസ് ചെയ്യുമ്പോൾ ആ കാപ്പിലറി മെംബ്രെയിനിൽ കൂടെ ചില സബ്സ്റ്റൻസസ് വാട്ടർ, ചില സോളിബിൾ സബ്സ്റ്റൻസസ് ഒക്കെ ബ്ലഡ് പ്ലാസ്മയിൽ നിന്ന് സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസസിലേക്ക് എത്തും, ഫിൽട്ടർ ചെയ്ത് വരും. ആ സ്പേസസിൽ ആ വരുന്ന ഫ്ലൂയിഡിന് ബ്ലഡ് പ്ലാസ്മയുടെ സെയിം മിനറൽ കോമ്പോസിഷൻ ആയിരിക്കും. സം ടിഷ്യൂ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം, ടിഷ്യൂ എന്ന് വരുന്നതുകൊണ്ട്. സം ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫ് വെസൽ സിസ്റ്റത്തിലേക്ക് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യും. അപ്പോൾ ആ ടിഷ്യൂ ഫ്ലൂയിഡിനെ നമ്മൾ ലിംഫ് എന്ന് പറയും. അത് തിരിച്ച് വെയിൻസിലേക്കാണ് കൊടുക്കുക. ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് ലിംഫോസൈറ്റ്സ്. ലിംഫിൽ മെയിൻ സെൽസ് എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്സ് ആണ്, ഒരു കളർലെസ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ബ്ലഡിൽ നിന്ന് തന്നെയാണ് ലിംഫ് ഉണ്ടാവുന്നത്. ബ്ലഡ് പ്ലാസ്മയിലുള്ള സെയിം മിനറൽ കോമ്പോസിഷൻ തന്നെയാണ് ലിംഫിലുള്ളത്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ്, സെൽസിൻ്റെയും ടിഷ്യൂസിൻ്റെ ഇടയിൽ വന്നിട്ട് കിടക്കുന്ന ഫ്ലൂയിഡ്, അതിനെ ആ സമയത്ത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുക. ഈ ഫ്ലൂയിഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ദറ്റ് ബിക്കംസ് കെയിം ടു ബി നോൺ ആസ് ലിംഫ്. അപ്പോൾ ഈ ലിംഫാണ് അനദർ ബോഡി ഫ്ലൂയിഡ്. ലിംഫ് കളർലെസ് ആണ് ബിക്കോസ് ഹീമോഗ്ലോബിൻ ഈസ് ആബ്സെൻറ്റ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ സെൽസ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് എന്ന സെൽസ് പ്രസൻ്റ് ആയിരിക്കും. ദെൻ ഫങ്ഷൻസ് ഓഫ് ലിംഫ്. എന്താണ് ലിംഫിൻ്റെ ഫങ്ഷൻസ്? ഇറ്റ് ഇസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ടിഷ്യൂ ഫ്ലൂയിഡ് ഹെൽപ്സ് ടു എക്സ്ചേഞ്ച് ന്യൂട്രിയൻസ്, ഗ്യാസസ് എക്സെട്ര ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ്. അപ്പോൾ ബ്ലഡിൻ്റെയും ടിഷ്യൂസിൻ്റെ ഇടയ്ക്കുള്ള ഒരു മിഡിൽ മാനായിട്ട്, ഒരു മൂന്നാമനായിട്ട് ആക്ട് ചെയ്യണം അവിടെ. ആ മിഡിൽ മാൻ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആ ഫ്ലൂയിഡ്. എന്താ? ഈ സെയിം ബ്ലഡിൻ്റെ ഫംഗ്ഷൻസ് തന്നെ, ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യുക, ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ. ദെൻ ഇറ്റ് ക്യാരീസ് പ്ലാസ്മ പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ഇൻ ലിവർ ടു ദ ബ്ലഡ്. അപ്പോൾ ലിവറിൽ സിന്തസൈസ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻസും ആ ബ്ലഡിലേക്ക് കൊടുക്കും. ദെൻ ഇറ്റ് ട്രാൻസ്പോർട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഡൈജഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഫാറ്റ്സിൻ്റെ ഡൈജസ്റ്റഡ് ഫാറ്റ്സ് ബ്ലഡിലേക്ക് സോല്യൂബിൾ അല്ലാത്തതുകൊണ്ട് അത് ലിംഫ് വഴിയാണ് എപ്പോഴും അത് ട്രാൻസ്പോർട്ട് ചെയ്യാം. ട്രാൻസ്പോർട്ട്സ് ഡൈജസ്റ്റഡ് ഫാറ്റ്സ് ത്രൂ ലാക്ടിയൽസ് ഇൻ ദ ഇൻഡസ്റ്റൈനൽ വില്ല. അപ്പോൾ ഇൻഡസ്റ്റൈനൽ റീജിയനിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പഠിച്ചിരുന്നു. ആ പ്രൊജക്ഷൻസിനെയാണ് വില്ല എന്ന് പറയുക. ഈ വില്ലയിലാണ് ലാക്ടിയൽസ്, ലിംഫ് വെസൽസ് ആണ് ലാക്ടിയൽസ് എന്ന് പറഞ്ഞത്. ഈ ലാക്ടിയൽസിലേക്കാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെട്ട ഫാറ്റ്, ഡൈജഷനിൽ പഠിച്ചതാണ് അതൊക്കെ, ഡൈജസ്റ്റ് ചെയ്യപ്പെട്ട ഫാറ്റ്സ് അബ്സോർബ് ചെയ്ത് പോകുന്നത്. ദെൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, ഹോർമോൺസ്, ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ലിംഫിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ലാക്ടിയൽസിൽ ലിംഫാണുള്ളത്, ഫ്ലൂയിഡ്, ബ്ലഡ് അല്ല, ലിംഫായിരിക്കും. ദെൻ ഫിൽട്രേഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ്. ബാക്ടീരിയ ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യുക, ഫോറിൻ പാർട്ടിക്കിൾസിനെ മാറ്റുക, ഇതൊക്കെ അതിൻ്റെ ഫംഗ്ഷനാണ്. ലിംഫ് നോഡ്സ്, ലിംഫിൻ്റെ ഗ്ലാൻസ് പ്രൊഡ്യൂസ് WBC ആൻഡ് ആൻറ്റിബോഡീസ്. നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡീസിനെയും ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിംഫ് നോഡ്സ് ആണ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലിംഫ്. Now we can see what are the disorders of circulatory system. സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഡിസോർഡർ ആണ് ഹൈപ്പർ ടെൻഷൻ. കോമൺലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ കൂടുക, അതാണ് കണ്ടീഷൻ. പ്രഷർ ഓഫ് സർക്കുലേറ്റിംഗ് ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ഇസ് കോൾഡ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് കാപ്പിലറിയുടെ വാൾസിലേക്ക് ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിൽ ഇറ്റ് ഈസ് 120/80. 120 എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷറും 80 millimeter ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ്. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ്. ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ, ഹാർട്ട് മസിൽസ് റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ 120/80 millimeter ഓഫ് മെർക്കുറി ആണ് നോർമൽ ബ്ലഡ് പ്രഷർ. അതിൽ 120 എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഇസ് സിസ്റ്റോളിക് പ്രഷർ ആൻഡ് 80 എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഇസ് ഡയസ്റ്റോളിക് പ്രഷർ. അതിന്ന് കൂടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പർ ടെൻഷൻ. When the blood pressure is higher than normal blood pressure, it is called hypertension. If an individual repeatedly has the blood pressure of 140/90 or above, it shows hypertension. 140 അല്ലെങ്കിൽ 110-ഉം 140-ഉം. അപ്പോൾ ആ ഒരു വേരിയേഷൻ്റെ അത്രയും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷർ കൂടിയാൽ അല്ലെങ്കിൽ ഡയസ്റ്റോളിക് പ്രഷർ 80/90 ആയാൽ അത് ഹൈ ബ്ലഡ് പ്രഷർ എന്നാണ് കണക്കാക്കുക. ഇനി എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ? ഇറ്റ് ലീഡ്സ് ടു ഹാർട്ട് ഡിസീസസ്. ഹാർട്ടിന് ബാധിക്കും, ഡിസീസസ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദെൻ വൈറ്റൽ ഓർഗൻസ്, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് ആയ ബ്രെയിൻ, കിഡ്നി, ഇതിനെയൊക്കെ എഫക്ട് ചെയ്യും. വെൻ ബ്ലഡ് പ്രഷർ ഇസ് ഹയർ ദാൻ നോർമൽ ബ്ലഡ് പ്രഷർ ഇറ്റ് ഇസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ. ദെൻ അതിൽ ബ്രെയിൻ, കിഡ്നി, ചില ഭക്ഷണങ്ങൾ 5 foods ടു അവോയ്ഡ് ഡ്യൂറിങ് ഹൈ ബ്ലഡ് പ്രഷർ. സോൾട്ട് കുറയ്ക്കുക, റെഡ് മീറ്റ് കുറയ്ക്കുക, ദെൻ ആൽക്കഹോൾ കുറയ്ക്കുക, ഇതൊക്കെ കുറച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യണം, കഴിക്കാൻ പാടില്ല എന്ന് പറയാം. ദെൻ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യുന്ന നാച്ചുറൽ തിങ്സ് ആണ് നട്ട്സ്, ദെൻ ബനാന, ദെൻ ലീഫി വെജിറ്റബിൾസ്, ദറ്റ് ഇസ് പാലക് എന്നൊക്കെ പറയുന്നതാണ്, കിവി ഫ്രൂട്ട്, ദെൻ വാട്ടർമെലൺ, പനീർ, ദെൻ മിൽക്ക്,
ഇതൊക്കെ നാച്ചുറൽ ഫുഡ്സ് ആണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. ദ നെക്സ്റ്റ് ഡിസീസ് ഇസ് കൊറോണറി ആർട്ടറി ഡിസീസ്, CAD ഓർ എത്തറോസ്ക്ലെറോസിസ്. രണ്ടും ഒന്ന് തന്നെയാണ്. കൊറോണറി ആർട്ടറി ഡിസീസും എത്തറോസ്ക്ലെറോസിസും ഒന്ന് തന്നെയാണ്. ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്കത് കണ്ടറിയാം. ഇത് ഇസ് ബ്ലഡ് വെസൽ, നോർമൽ ബ്ലഡ് വെസലാണ്. ഈ ബ്ലഡ് വെസലിൽ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ അടിഞ്ഞുകൂടിയുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് പ്ലാക്ക്. പ്ലാക്ക് എന്ന് പറഞ്ഞാൽ PLAQUE. അപ്പം നമ്മുടെ ബ്ലഡിലുള്ള എക്സ്ട്രാക്സസ് കാൽസ്യം അയോൺസ്, ഫാറ്റ്, കൊളസ്ട്രോൾ ഇതെല്ലാം ഈ ആർട്ടറിയുടെ വോൾസിൽ ഡെപ്പോസിറ്റഡ് ആവും. ഡെപ്പോസിറ്റ് ആയ ആർട്ടറിയുടെ വോൾസിൻ്റെ ഡയമെൻഷൻ കുറയുന്നു. നാരോ ലൂമൻ്റെ ഡയമെൻഷൻ കുറയും, നാരോ ആവും. അപ്പോൾ എന്ത് പറ്റും? ബ്ലഡ് സപ്ലൈ കുറച്ച് ബ്ലഡല്ലേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ദ പ്രോബ്ലം. അപ്പോൾ കാരണം കാൽസ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ, ഫൈബ്രസ് ടിഷ്യൂസും വരാം. ഇതെല്ലാം ഈ കാപ്പിലറി വോളിൽ അടിഞ്ഞു കഴിഞ്ഞാൽ കാപ്പിലറി വോളിൻ്റെ ആ വോളിയം കുറയും, ലൂമൻ്റെ സൈസ് കുറയും. ഇതുപോലെ ദിസ് ഇസ് ദ നോർമൽ ബ്ലഡ് വെസലിൻ്റെ ലൂമൻ, ദിസ് ഇസ് ഡെപ്പോസിറ്റഡ് ആയ ബ്ലഡ് വെസലിൻ്റെ ലൂമനാണ്. അപ്പോൾ അതിൻ്റെ സ്പേസ് കുറയും. ഇത്രയും സ്പേസിൽ കൂടെ മാത്രമേ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊരു ബ്ലഡ് സപ്ലൈനെ വളരെയധികം ബാധിക്കും. ദെൻ നെക്സ്റ്റ് ഡിസോർഡർ ഈസ് ആൻജൈന or angina pectoris, an acute chest pain ഡ്യൂ ടു ഓക്സിജൻ ഡെഫിഷ്യൻസി. ഓക്സിജൻ്റെ കുറവ് കാരണം ഹാർട്ട് മസിൽസിലേക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ വേദന, അതാണ് ഈ പെയിനിന് കാരണം. അത് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉണ്ടാവുക. സാധാരണ മിഡിൽ ഏജിലും വളരെയധികം പ്രായമുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുക. ദാറ്റ് ഈസ് ആൻജൈന പെക്ടോറിസ്. ദ നെക്സ്റ്റ് ഈസ് ഹാർട്ട് ഫെയിലിയർ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഇറ്റ് ഈസ് എ ഇൻഎബിലിറ്റി ഓഫ് ഹാർട്ട് ടു പമ്പ് ദ ബ്ലഡ് ഇനഫ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആവശ്യത്തിന് പമ്പ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തിയാലേ നമുക്ക് ന്യൂട്രിയൻസ് ഓക്സിജനൊക്കെ കിട്ടുള്ളൂ. ഈ ബോഡി പാർട്സിലേക്കും ടിഷ്യൂസിലേക്ക് എത്താൻ പാകത്തിന് ഉള്ള പമ്പിങ് ഹാർട്ടിൽ നടക്കില്ല. അത് ഹാർട്ട് മസിൽസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഹാർട്ട് മസിൽസ് തിങ്ങി നിൽക്കണം. കൺജഷൻ ഓഫ് ലങ്സിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, കൺജഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് തടസ്സങ്ങളാണ് ഒരു മെയിൻ സിംറ്റമായിട്ട് വരിക. ഹാർട്ട് മസിൽസിൽ നിന്ന് ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ. അതിന് കാരണം ലങ്സിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടാവുക, കൺജഷൻ, അതൊക്കെയാണ് ഒരു കാരണം. വേണ്ടത്ര ഓക്സിജൻ കിട്ടാതിരിക്കുക, ഇതൊക്കെ. ദ നെക്സ്റ്റ് ഇസ് കാർഡിയാക് അറസ്റ്റ്. അത് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നിർക്കുക, ഹാർട്ട് ബീറ്റിംഗ് ഇല്ലാതിരിക്കുക, ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ റിലാക്സേഷനൊന്നും നടക്കാതിരിക്കുക. ദെൻ ഹാർട്ട് അറ്റാക്ക്. ഇറ്റ് ഇസ് സഡൻ ഡാമേജ് ഓഫ് ഹാർട്ട് മസിൽസ്. ബ്ലഡ് സപ്ലൈ കിട്ടാതിരിക്കുമ്പോൾ ഹാർട്ട് മസിൽസിന് ഡാമേജ് ഉണ്ടാവും, അതാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ദീസ് ഓൾ ആർ ദ ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഇമ്പോർട്ടൻറ്റ് പാർട്സ് കണ്ടു, ഫങ്ഷൻസ് കണ്ടു, അതിനോട് പാരലായിട്ട് ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് കണ്ടു, ദെൻ അതിന് ഡിസോർഡേഴ്സ് കണ്ടു. സോ ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി.